Good afternoon, dear traders. Welcome back to another video of pre-market analysis. ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ന്യൂയോർക്ക് സെഷൻ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ അനാലിസിസ് നടത്താൻ പോകുന്നത്. ഇന്നിപ്പോൾ കറന്റ് ഇപ്പോൾ ടൈം പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടൈം 4:45 5:00 ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇന്നത്തെ അനാലിസിസ് ന്യൂയോർക്ക് സെഷന് ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സോൺസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറയാം. സോ ബിഫോർ ദാറ്റ് അനാലിസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്തത് കഴിഞ്ഞ ട്യൂസ്ഡേ ആയിരുന്നു, അതായത് May 5 അപ്പോൾ അന്നത്തെ ഒരു ക്വിക്ക് റിവ്യൂ ഒന്ന് നടത്താം. ഞാൻ ചാർട്ട്സിൽ എൻ്റെ പ്ലോട്ടിങ്സ് എല്ലാം പോയി. എനിക്ക് അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് ദിവസം ഞാൻ ഓഫായിരുന്നു. ട്യൂസ്ഡേ ആണ് നോക്കുമ്പോഴത്തേക്ക് 2 കറൻസി പേസ് ആയിരുന്നു അന്ന് നോക്കിയത്. അപ്പോൾ ട്യൂസ്ഡേയുടെ അനാലിസിസ് കാണാത്തവർ അതാദ്യം കാണാം. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇന്നത്തേക്കുള്ള നോക്കാം. ഫസ്റ്റ് നോക്കിയത് നാസിലായിരുന്നു. നാസില റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TP അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ ഏരിയയിൽ മിറ്റിഗേറ്റ് ചെയ്യാതാണ് TP അടിച്ചത്. ബട്ട് ഇവൻച്വലി അത് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ മൊമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർഷ്യലി റൈറ്റ് ആയിട്ട് നമ്മളുടെ അന്നത്തെ അനാലിസിസ് വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഗോൾഡിൽ പറയുകയാണെങ്കിൽ നമ്മളെടുത്ത അനാലിസിസ് നമ്മുടെ ബയാസ് തെറ്റിപ്പോയി. നമ്മൾ ഷോർട്ടായിരുന്നു പറഞ്ഞത്, ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു ഗോൾഡ് ഒരു ബുള്ളിഷ് ബയാസ് ആയിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ പാർഷ്യലി റൈറ്റ് ആയുള്ളൂ. നമ്മൾ ഒരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ ഒരു 2-3 മിനിറ്റിൽ 5 മിനിറ്റിൽ ചെറിയൊരു ഷോർട്ട് സെല്ലിംഗ് കിട്ടി. ബട്ട് അത് നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്തിയില്ല. സോ പാർഷ്യലി നമ്മൾ പറഞ്ഞ ഏരിയ അന്ന് റൈറ്റ് ആയിട്ട് പ്ലേ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനഫ് വിത്ത് ദ റിവ്യൂസ് നമുക്കിനി ഇന്നത്തേക്ക് ബെസ്റ്റ് പോസിബിൾ എൻട്രീസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഫോറക്സ് കറൻസി ബേസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് 2 കറൻസി ബേസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ AUD NSD ആണ്. AUD NSDയിൽ ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 1.08805 ആൻഡ് ഒരു ലെവലും കൂടെ ഉണ്ട് 1.08700. forex.com ചാർട്ടാണ് AUD NSD വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവിടെ നിന്നൊരു ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് വരുന്ന മണിക്കൂറുകളിൽ കണ്ടിന്യൂ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഒന്നും കൂടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ബയേഴ്സ് കിക്കിനാവും എന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ബയേഴ്സ് കിക്കിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഒരു സ്വിംഗ് ഹൈ വരെ, ഈ ഇപ്പോൾ വീക്ക് ഹൈ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിംഗ് ഹൈ വരെ ഞാൻ എൻ്റെ ബൈ പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് AUD എൻ്റെ വ്യൂ. സോ AUD NSDയിലുള്ള എൻ്റെ വ്യൂ. സോ ഐ എം ബുള്ളിഷ് ഓൺ AUD NSD. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകൾ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഇവിടെ ഇൻഎഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയാനാണെങ്കിൽ ഞാൻ പേഴ്സണലി ഇവിടെ എൻട്രി എടുക്കുന്നത് ഒരു 3 മിനിറ്റ് ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിമിൽ ഈ പറഞ്ഞ ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നും ഇൻഎഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ എന്തായാലും ട്രേഡ് എടുക്കുകയുള്ളൂ. ഓക്കെ, ആൻഡ് ഫൈനലി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള നെക്സ്റ്റ് കറൻസി പെയർ ഗോൾഡാണ്. ഗോൾഡിൻ്റെ സിറ്റുവേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കൃത്യം 12:30 ആയപ്പോഴത്തേക്കും ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക ചൈന ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് വന്നിരുന്നത്. നമ്മൾ forex.factory.com വെബ്സൈറ്റ് നോക്കുന്നവർക്കറിയാം. ഏകദേശം കണ്ടില്ല 4 മണിക്കൂർ മുമ്പ് ഏകദേശം 12:30 ആയിരുന്നു ആ ന്യൂസ് വന്നത്. സോ ഈ ന്യൂസ് ആക്ച്വലി US ഡോളറിന് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ആക്കുന്ന ന്യൂസാണ്. സോ അതുകൊണ്ട് തന്നെ യൂറോ USD GBP USD പോലുള്ള കറൻസി പേസ് എല്ലാം അവിടെ വീക്കൺ ആയിട്ടുണ്ട്. US ഡോളർ സ്ട്രെങ്തൻ ആയിട്ടുണ്ട്. സോ US ഡോളർ സ്ട്രെങ്തൻ ആയതുകൊണ്ട് തന്നെ USD ബേസ് കറൻസി ആയിട്ടുള്ള എല്ലാ കറൻസി പേഴ്സും നല്ല രീതിയിൽ സർച്ച് ചെയ്തിട്ടുണ്ട്, നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കറൻസി പിപ്സിൻ്റെയും എൻ്റെ പേഴ്സണലി ഇൻസ്റ്റാഗ്രാം പാനലായിട്ടുള്ള ഫൗസ് ബി സി പിപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറൻസി പിപ്സിൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. കറൻസി പിപ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പാനലിൽ കയറിയാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജിൽ കയറിയാലും മതി, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. സോ ഇതുപോലെ മാർക്കറ്റിലെ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറായിട്ട് നമ്മളെ പേജസിൽ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ പരമാവധി നിങ്ങൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആക്റ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഓവറോൾ പറയുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെയാണ് ന്യൂസ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമ്മൾ USD ബേസ് കറൻസി ആയിട്ടുള്ള പേസിൽ പോസിറ്റീവ് ആയിരിക്കും, അതായത് ബുള്ളിഷ് ആയിരിക്കും. US ഡോളർ കോഡ് കറൻസി ആയിട്ട് വരുന്ന കറൻസി പേസിൽ നമ്മൾ ബെയറിഷ് ആയിരിക്കും. മാത്രമല്ല ഗോൾഡിൻ്റെ സിറ്റുവേഷൻ പറയുമ്പോൾ ഗോൾഡും നല്ല രീതിയിൽ ബെയറിഷ് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഷോർട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് വന്നതിന് ശേഷം. സോ വാട്ട് ഇസ് നെക്സ്റ്റ്? അടുത്തതായിട്ട് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറൻറ്റ്ലി ഒരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത്. ആ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. 32,114.81 to 30. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 32,104.81 ആൻഡ് 32,02.08. forex.com ചാർട്ടാണ് ഗോൾഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഓൾറെഡി ബയേഴ്സ് കിക്കിനായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ഏരിയ എത്തുന്നവരെ ഞാൻ ആ ഒരു ഏരിയ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം.
റിപ്പീറ്റ് ചെയ്യാന്നല്ല, ഇവിടെ ഒരു ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഏരിയ നിന്നാണ് ഞാൻ അൾട്ടിമേറ്റ്ലി ഷോർട്ട് സെല്ലിങ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ എന്തായാലും ബൈ എൻട്രീസ് ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു കാണുന്ന ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്കിൻ്റെ ഏരിയ ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. 3259.13 ആൻഡ് 3279.11. ഇത് നല്ലൊരു ബെയറിഷ് മിറ്റിഗേഷൻ ബ്ലോക്ക് ആക്കി എടുത്തുകൊണ്ട്, ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് വരുന്ന മണിക്കൂറുകളിൽ നിന്ന് ഞാൻ പേഴ്സണലി എനിക്ക് ലോ ടൈം ഫ്രെയിംസിൽ 3 മിനിറ്റ് ആൻഡ് അബൌട്ട് ടൈം ഫ്രെയിംസിൽ ഷോർട്ട് സെല്ലിങ് കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ഗോൾഡ് വരുന്ന മണിക്കൂറുകളിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഗോൾഡിലെ പ്ലാൻ. നമുക്ക് നോക്കാം വരുന്ന മണിക്കൂറുകൾ എങ്ങനെയാണ് മാർക്കറ്റ് പ്ലേ ഔട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ പ്രൈസ് ആക്ഷൻ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോൾഡ് ഞാൻ ഷോർട്ട് സെല്ല് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഓവറോൾ ഇപ്പോൾ ഗോൾഡിലൊരു ബെയറിഷ് ആയിട്ടുണ്ട്. ഇനി ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു നല്ലൊരു ബുള്ളിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഒരു ഏരിയ നോട്ട് ചെയ്തോട്ടോ, ഈ ഒരു ഏരിയ എത്തുന്നത് വരെ എന്തായാലും ബെയറിഷ് ആയിരിക്കും ഞാൻ ഓവറോൾ. 3167.86 ഈ ഒരു ലെവൽ എത്തുന്നത് വരെ ഡെഫിനറ്റ്ലി എന്തായാലും ഞാൻ ബെയറിഷ് ആണ് ഓവറോൾ നോക്കണമെങ്കിൽ ഹൈ ടൈം ഫ്രെയിം പെർസ്പെക്റ്റീവിൽ. അപ്പോൾ അവിടെ എത്തുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഹൈ ടൈം ഫ്രെയിംസിൽ കിട്ടിക്കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിം കൺഫർമേഷനുകളൊക്കെ നോക്കിയിട്ട് ഞാൻ പേഴ്സണലി അവിടെ നിന്ന് ഷോർട്ട് സെൽസ് നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തേക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 കറൻസി പേഴ്സും അതിൻ്റെ സോൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു പ്രൂവൻ ആയിട്ടുള്ള സ്ട്രാറ്റജി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഒരു പ്രൂവൻ ആയിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് സ്ട്രാറ്റജി പ്ലസ് ഓൾസോ പ്രൂവൻ ആയിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇത് വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഡെഫിനറ്റ്ലി മാറി നിൽക്കുക തന്നെ വേണം. ഓക്കെ, സോ നമ്മളെ പ്രീ മാർക്കറ്റ് അനാലിസിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ആയിട്ട് തന്നെ പറയാം. നമ്മളെ കമൻറ്റ് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽസിൽ വന്നിട്ടായിട്ട് നിങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറയാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയാനായിട്ട്. ഇന്നത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസുമായിട്ട് നമുക്ക് നാളെ മോർണിംഗ് തന്നെ, നാളെ പരമാവധി ലണ്ടൻ സെഷന് മുമ്പായിട്ട് തന്നെ വരാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞങ്ങൾ ഡെഫിനറ്റ്ലി അറിയിക്കുക. നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡസൻറ്റ് മാറ്റർ, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയുക. സോ നമുക്കെന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമുക്കിനി അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസുമായിട്ട് നാളെ കാണാം. So stay tuned. Signing off house from Currency Pips.